ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനൊരുങ്ങി ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയെ മറികടന്നുകൊണ്ട് ശുചിമുറികളും ഫീഡിംഗ് സ്റ്റേഷനുകളും വിശ്രമ കേന്ദ്രങ്ങളും ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും ഒരുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയുടെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ പറഞ്ഞു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസുകളിൽ ഈ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക കാര്യം വിനിയോഗിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഒരു പശ്ചാത്തലം ഇന്ന് ഈ ഇടുക്കിയിലെ വിവിധ പ്രദേശത്ത് നമുക്കറിയാം. വാഗമണ്ണായാലും അത് നമുക്ക് മുണ്ടിയരുമേലായാലും നമ്മുടെ അതുപോലെ തന്നെ നമുക്കറിയാം മൂന്നാറായാലും ഈ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ഇന്ന് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ഞങ്ങൾ ആസൂത്രണമായി ചർച്ച നടത്തിയിരുന്നു. നമുക്ക് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ആ പ്രദേശത്ത് നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ അവിടെ വരുന്ന ആളുകൾക്ക് വളരെ അടിയന്തരമായിട്ടുള്ള അടിസ്ഥാനമായ വേണ്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് ഈ മറ്റ് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് മൊത്തം അവിടെ വരുന്നവർക്ക് അവർക്ക് വിശ്രമിക്കാനുള്ള മുറിയെ, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അവിടെ അമ്മമാർക്ക് കുട്ടികൾക്ക് ഫീഡിങ് കൊടുക്കാനുള്ള മുറികൾ, അങ്ങനെ ആദ്യം ഒരു വിശ്രമ കേന്ദ്രം കൂടെ കൂട്ടി ഒരു രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ ദിവസം കൂടി ആസൂത്രണ ബോർഡ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മൂന്നാർ, കുമളി, വാഗമൺ, ഇടുക്കി, പരുന്തുംപാറ, ചിന്നക്കനാൽ, രാമക്കൽമേട്, ആമപ്പാറ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.